സോ അടുത്തത് നമുക്ക് വേപ്പർ കമ്പഷൻ സിസ്റ്റത്തിൻ്റെ തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് pH ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ വേപ്പർ കമ്പഷൻ സൈക്കിളിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻസും ഇൻക്ലൂഡഡ് ആണ്. അതായത് സബ് കൂളിംഗ്, സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് പ്രഷർ ഡ്രോപ്സ്. ഈ 3 പോയിൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വി ഹാവ് എ പർട്ടിക്കുലർ റെഫ്രിജറന്റ് സിസ്റ്റം യൂസിങ് ദ റെഫ്രിജറന്റ് അമോണിയ, evaporator temperature of -25 degrees Celsius, condenser temperature 35 degrees Celsius, then temperature at inlet of expansion valve 30, at exit of evaporator -8 degree, then wire drawing അല്ലെങ്കിൽ pressure drops at the compressor inlet valve and the compressor outlet valves. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഐഡിയൽ കേസിലുള്ള ഒരു VCS സിസ്റ്റത്തിൻ്റെ pH ചാർട്ട് ആൻഡ് സ്കീമാറ്റിക് ഡയഗ്രാംസ് വരയ്ക്കാം. സോ ഇതാണ് ഐഡിയൽ കേസിൽ വരാനുള്ള ഡയഗ്രാം. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നമ്മൾ സബ് കൂളിംഗ്, സൂപ്പർ ഹീറ്റിംഗ്, പ്രഷർ ഡ്രോപ്സ് ഇങ്ങനത്തെ യാതൊരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോസസ് വിൽ സ്റ്റാർട്ട് ഫ്രം 1 to 2 കംപ്രഷൻ പ്രോസസ്, ദെൻ 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ് ഫ്രം 1 to 2 വരെയുള്ള. ഓക്കെ, ദെൻ 2 to 3 കണ്ടൻസേഷൻ പ്രോസസ്, ദെൻ 3 to 4 ഐസെന്താൽപിക് എക്സ്പാൻഷൻ ആൻഡ് 4 to 1 ആക്ച്വൽ റെഫ്രിജറേഷൻ പ്രോസസ്. ഇതാണ് ഐഡിയൽ കേസിൽ വരാനുള്ള ഡയഗ്രാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറച്ച് ഡീവിയേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനിപ്പോൾ നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ക്വാണ്ടിറ്റീസ് വെച്ച് ഓരോ ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ദാറ്റ് ദി ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ ഈസ് -25 degrees Celsius. ആൻഡ് ഫസ്റ്റ് വൺ നമ്മുടെ റെഫ്രിജറൻറ്റ് അമോണിയാണ്, NH3. ഓക്കെ, നമുക്കിടയിൽ കയ്യിൽ അമോണിയയുടെ pH ചാർട്ടും കൂടെ ഉണ്ടായിരിക്കണം. സോ അതിനെ സാമ്പിൾ ആ ഒരു വാല്യൂസ് ഓരോന്നിട്ട് മാർക്ക് ചെയ്യാം. ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ -25 degrees Celsius, -25 degrees Celsius ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ കണ്ടൻസർ ടെമ്പറേച്ചർ 35 degrees Celsius. സോ ഇതാണ് കണ്ടൻസർ ടെമ്പറേച്ചർ 35 degree Celsius. ഓക്കെ, ഈ രണ്ട് ടെമ്പറേച്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂസ് എത്രയാണെന്ന് നമുക്ക് ആ pH ചാർട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മുടെ pH ഡയഗ്രത്തിൽ -25 degrees Celsius. ഓക്കെ, നമ്മുടെ ചാർട്ടിൽ -20 ആൻഡ് -30 ഈ രണ്ട് വാല്യൂസ് ആണ് തന്നേക്കുന്നത്. സോ -25 വരുമ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡിൽ വാല്യൂ ആയിട്ട് വരും. ഓക്കെ, നിയർലി ഈ ഒരു പോയിന്റിലായിട്ട് വരും -20 എന്ന് പറയുന്ന വാല്യൂ. സോ അവിടുത്തെ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. -25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് നിയർലി 1.4നും 1.8നും ഇടയിലൊരു വാല്യൂ വരുന്നുണ്ട്. കാരണം വി ക്യാൻ അസ്യൂം ദാറ്റ് ഇസ് 1.6. ഓക്കെ, 1.6 ആണ് ഇവാപ്പറേറ്ററിലെ പ്രഷർ വാല്യൂ വരുന്നത്. അതേപോലെ 35 degree Celsiusന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വാല്യൂ ഫോർ ദി കണ്ടൻസർ പ്രഷർ. കണ്ടൻസർ ടെമ്പറേച്ചർ 30-40 ഇടയിലാണ് 35 വരാനുള്ളത്. സോ 35ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വാല്യൂ ഈ ഒരു ലൈനിൽ റീഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 12 and 14 and 14നേക്കാൾ കുറച്ച് താഴെ. സോ ലെറ്റ്സ് സേ വി ടേക്ക് ദാറ്റ് വാല്യൂ ആസ് 13.5. ഓക്കെ, സോ ഇവാപ്പറേറ്ററിലെയും കണ്ടൻസറിലെയും ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വരച്ചിരിക്കുന്നതെല്ലാം ഐഡിയൽ കണ്ടീഷൻസ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ ഡീവിയേഷൻസ് ആയിട്ട് നോക്കാം. ടെമ്പറേച്ചർ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് എക്സ്പാൻഷൻ വാൽവ്. നമുക്കറിയാം സ്കീമാറ്റിക് ഡയഗ്രം നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഇൻലെറ്റ് ഓഫ് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. സോ ഐഡിയലി ഇൻലെറ്റ് ഓഫ് എക്സ്പാൻഷൻ വാൽവിലെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ തന്നെയാണ് വരാനുള്ളത്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസർ ടെമ്പറേച്ചർ 35 degree Celsius ആണ്. ഈ ടെമ്പറേച്ചർ ആൻഡ് ഈ സെയിം പ്രഷർ തന്നെയാണ് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റിലും വരാനുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് എക്സ്പാൻഷൻ വാൽവ് ദ ടെമ്പറേച്ചർ ഈസ് 30 degree Celsius. ഓക്കെ, അതായത് 35 degree Celsius ഉണ്ടായിരുന്ന റെഫ്രിജറൻറ്റിൽ നിന്ന് ഒരു 5 degree Celsiusൻ്റെ ടെമ്പറേച്ചർ വേറെ ഏതോ ഒരു മീഡിയം അബ്സോർബ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ടൻ്റായിട്ട് 30 degree Celsius എക്സ്പാൻഷൻ വാൽവിന് ഇൻലെറ്റ് കിട്ടുന്നത്. ഈ ഒരു 5 degree Celsius പുറത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എക്സ്പാൻഷൻ വാൽവ് നമ്മൾ
എക്സ്പെക്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ വാല്യൂ മാക്സിമം ഇൻലെറ്റിൽ കുറഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഈ 5 ഡിഗ്രി സെൽഷ്യസ് അബ്സോർബ് ചെയ്തുകൊണ്ടുപോയ പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടൻസറിൽ വെച്ചിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാളും ലോവർ ആയിട്ടുള്ള ടെമ്പറേച്ചറിലോട്ട് ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത ആ ഒരു പ്രോസസ്സാണ് നമ്മൾ സബ് കൂളിംഗ് എന്ന് പറയുന്നത്. സബ് കൂളിംഗ് കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ വരേണ്ട ടെമ്പറേച്ചറിൽ നിന്ന് കൂടുതൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റി. നമ്മൾ അതിന് വേണ്ടി ചിലപ്പോൾ എക്സ്ട്രാ ഒരു കൂളിംഗ് മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ചിലപ്പം 35-നേക്കാളും ഒരുപാട് താഴെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും നമുക്ക് 30 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സബ് കൂളിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ PS ചാർട്ടിൽ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 35 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടൻസർ ടെമ്പറേച്ചർ സാച്ചുറേഷൻ കർവിനകത്ത് മാർക്ക് ചെയ്യുകയാണ്. ബിറ്റ്വീൻ 30 and 40 റിക്വയർഡ് ആയിട്ടുള്ള 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ലൈൻ. ഓക്കെ, സോ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ ലൈൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, കർവിനകത്ത് ഹൊറിസോണ്ടലാണെങ്കിലും സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടാണ്. സോ ഇവിടെ നിന്നും വെർട്ടിക്കൽ, ഇതാണ് 35 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ. സോ ആ ഫ്ലോ ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കുക. 35 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് മാർക്ക് ചെയ്യും. വെൻ ഇറ്റ് മീറ്റ് ദി സാച്ചുറേഷൻ കർവ്, അവിടെ മുതൽ അത് സാച്ചുറേറ്റഡ് വേപ്പർ ആവുന്നത് വരെയും ഇറ്റ് റിമെയിൻസ് ആസ് എ കോൺസ്റ്റൻറ്റ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഇറ്റ് വിൽ ഡീവിയേറ്റ് ഡൗൺവേർഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിൽ ഒന്ന് മീറ്റിന് ശേഷം പിന്നീട് ഇത് ഫ്ലോ ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡാണ്. ഓക്കെ, ആദ്യം ഒന്ന് സ്ലോപ്പ് ചെയ്ത് വന്ന് പിന്നീട് വെർട്ടിക്കലി നേരെ ഡൗൺവേർഡ് ആയിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ പ്രോസസ്സ് നമ്മുടെ ഒരു സാമ്പിൾ ഡയഗ്രത്തിലൂടെ മാർക്ക് ചെയ്യാം. 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, ഈ ലൈനായിരിക്കും നമ്മുടെ 35 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് there is a 5 ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന്, അല്ലേ? അത് കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ അപ്പോൾ 35 നിന്ന് 5 ഡിഗ്രി പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ. സോ അതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വി ഹാവ് 35 ഡിഗ്രി സെൽഷ്യസ് ലൈൻ, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 35 ഇപ്പുറത്തായിട്ട് 30യുടെ ഒരു ലൈനുണ്ട്. 30യുടെ ലൈൻ ഇവിടെ നിന്ന് 5 ഡിഗ്രി ഇങ്ങോട്ട് മാറി 30 ഡിഗ്രി ലൈൻ വരും. അതും സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഹൊറിസോണ്ടലായിട്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലിയർ? ഇത് 35 ഡിഗ്രിയുടേതും ഇത് 30 ഡിഗ്രിയുടേതും. സോ അതും കൂടെ നമുക്ക് സാമ്പിൾ ഡയറക്റ്റിൽ മാർക്ക് ചെയ്താൽ ഇതാണ് 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ. ഇതിനകത്തോടുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കാത്തത്. സോ ഇതാണ് 30 ഡിഗ്രിയുടെ ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 5 ഡിഗ്രിയുടെ സബ് കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ 3 എന്ന് പറഞ്ഞ പോയിൻറ്റ്, ആക്ച്വൽ കേസിൽ 3 എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു പോയിൻ്റായിട്ട് മാറും. ഓക്കെ, സോ ഇത്രയും പോർഷനാണ് സബ് കൂളിംഗ്. ക്ലിയർ? ദിസ് വിൽ ബി അവർ ന്യൂ പോയിൻറ്റ്. സേ 3' എന്നൊരു വാല്യൂ മാർക്ക് ചെയ്യുന്നു. സോ 3' എന്ന വാല്യൂവിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ എക്സ്പാൻഷൻ വാൽവിലോട്ട് റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നത്. നമുക്കറിയാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻതാൽപിക് പ്രോസസ്സാണ്. സോ അത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. 3' നിന്നും നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്. ഓക്കെ, ഐഡിയൽ പോയിൻറ്റ് ഞാൻ 4 എന്ന് മാർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെ ഞാനൊരു പുതിയ പോയിൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു, 4'. ഓക്കെ, ഇനി ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മുടെ സ്കീമാറ്റിക്കിലൂടെ മാർക്ക് ചെയ്താൽ കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് ഇസ് 0.3, 5 ഡിഗ്രി സബ് കൂളിംഗ് കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റ് 3' എന്ന് വരും. ഓക്കെ, 3' എന്ന കണ്ടീഷനിൽ എക്സ്പാൻഷൻ വാല്യൂ എൻ്റർ ചെയ്യുന്നു. ഐഡിയൽ വാല്യൂ ആണ് 4 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 4' ആയിട്ട് മാറും. ക്ലിയർ? സോ 4' എന്ന കണ്ടീഷനിലാണ് റെഫ്രിജറൻറ്റ് ഇവോപ്പറേറ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇവോപ്പറേറ്റർ ടെമ്പറേച്ചർ ഓഫ് -25 ഡിഗ്രി സെൽഷ്യസ്. സോ ആ -25ൻ്റെ സ്ട്രൈറ്റ് ലൈൻ തന്നെയായിരിക്കും നമ്മൾ ഈ ഐസെൻതാൽപിക് പ്രോസസ്സ് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യുന്നത്. സോ ഫ്രം 4' to 1 നമ്മുടെ റെഫ്രിജറേഷൻ പ്രോസസ്സാണ്, അതായത് ഒബ്ജക്റ്റിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത ആ ഒരു പ്രോസസ്സ്. സോ അവിടെയും 4' എന്ന് പറയുന്ന കണ്ടീഷനിൽ 1.6 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചറാണത്. സോ 4' എന്ന പോയിന്റിൽ അത് ലിക്വിഡ് ആൻഡ് ഗ്യാസിൻ്റെ ഒരു മിക്സ്ചറാണ്. അവിടെ നിന്ന് ഗ്രാജുവലി ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ പോയിന്റ് എത്തുമ്പോൾ 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഐഡിയൽ പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഗേഷ്യസ് കണ്ടീഷനിലാവും. ഓക്കെ, എഗെയിൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ അറ്റ് ദ എക്സിറ്റ് ഓഫ് ഇവാപ്പറേറ്റർ ഈസ് -8 ഡിഗ്രി സെൽഷ്യസ്.
ഓക്കെ, ഇവോപ്പറേറ്റഡ് ടെമ്പറേച്ചർ -25°C ആണ്. പക്ഷേ ഇവോപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ വരുമ്പോൾ ദ ടെമ്പറേച്ചർ ഓഫ് റെഫ്രിജറൻറ്റ് ഈസ് -8°C. അതായത് -25°C മുതൽ -8°C വരെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ടൊരു ഹീറ്റും കൂടെ അത് എക്സ്ട്രാ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതായത് സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ അറ്റ് ദി എക്സിറ്റ് ഓഫ് ഇവോപ്പറേറ്റർ. അതായത് ഇവോപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെത്തുമ്പോൾ തന്നെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്താൽ ഇവോപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ -8°C ആണ്. ദാറ്റ് മീൻസ് ഇവിടെ സൂപ്പർ ഹീറ്റിംഗ് നടന്നിട്ടുണ്ട്, പക്ഷേ സൂപ്പർ ഹീറ്റിംഗ് നടന്നിരിക്കുന്നത് ഇൻസൈഡ് ദ ഇവോപ്പറേറ്റർ ആണ്, ഇൻസൈഡ് ഇവോപ്പറേറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇവോപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ -25°C ആണ്. ബട്ട് കംപ്രസറിൻ്റെ ഇൻലെറ്റിലെത്തിയപ്പോൾ ടെമ്പറേച്ചർ -8°C ആണ് എന്നാണ് പറയുന്നത് എങ്കിൽ ഇറ്റ് ക്യാൻ ബി എയ്തർ ഇൻസൈഡ് ദ ഇവോപ്പറേറ്റർ ഓർ ഔട്ട്സൈഡ് ദ ഇവോപ്പറേറ്റർ. അതായത് ഇവിടെ നിന്ന് ഇവോപ്പറേറ്ററിന് കംപ്രസറിലേക്ക് പോകുന്ന ആ ഒരു റെഫ്രിജറൻ്റ് ലൈനില്ലേ, അതിലെവിടെയെങ്കിലും ഒരു ഹീറ്റ് ലോസ് വന്നിട്ടാണ് ഈ -8°C ആയിട്ട് റൈസ് ചെയ്ത ടെമ്പറേച്ചർ അബ്സോർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവോപ്പറേറ്ററിന് പുറത്ത് വെച്ച് നടന്ന ഹീറ്റിംഗ് ആണ്. സൂപ്പർ ഹീറ്റിംഗ് ഔട്ട്സൈഡ് ദ ഇവോപ്പറേറ്റർ നമുക്കൊട്ടും ബെനിഫിഷ്യൽ അല്ലാത്തൊരു കണ്ടീഷൻ. ഇവോപ്പറേറ്ററിന് അകത്ത് വെച്ചാണ് ആ ഒരു സൂപ്പർ നടന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുണ്ടായിരുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്ന് മാത്രമേ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ലൈക്ക് നമ്മുടെ ഒരു ഫ്രീസറിൻ്റെ കമ്പോണൻറ്റ് പറയുന്നില്ല, ഫ്രീസറിനകത്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന് തന്നെ ആയിരിക്കും ഹീറ്റ് അബ്സോർബ് ചെയ്തത്. അതല്ല ഡോർ തുറന്ന് കിടക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, അവിടെ നിന്ന് പുറത്തുള്ള ഏതെങ്കിലും അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കണ്ടീഷനാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവോപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ എത്തുമ്പോൾ തന്നെയുള്ള ടെമ്പറേച്ചർ -8°C ആണ്. അതായത് സൂപ്പർ ഹീറ്റ് നടന്നിരിക്കുന്നത് ഇൻസൈഡ് ദ ഇവോപ്പറേറ്റർ ആണ്. ഇനി ഈ ഒരു പോയിന്റ് മുതലാണ് നമുക്ക് വീണ്ടും PS ചാർട്ട് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടി വരുന്നത്. നമുക്കറിയാം ഇവോപ്പറേറ്റഡ് ടെമ്പറേച്ചർ -25°C ആയിരുന്നു. ഹിയർ വി ഹാവ് -20° ആൻഡ് -30°. ഈ രണ്ട് ടെമ്പറേച്ചർ ലൈൻസിനും ഇടയിലൊരു 2.2 ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഒരു 1.1 ഡിസ്റ്റൻസിലായിരിക്കും നമ്മുടെ -25 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈൻ വന്ന് വീഴുന്നത്. ഓക്കെ, -25°C ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് വന്ന് മീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ മുതൽ -8°C വരെ അതിനൊരു സൂപ്പർ ഹീറ്റിംഗ് വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ സൂപ്പർ ഹീറ്റിംഗ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഹൊറിസോണ്ടലി ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് സൂപ്പർ ഹീറ്റ് മാർക്ക് ചെയ്യുന്നത്. ഫ്രം -25°C ടെമ്പറേച്ചർ ടു -8°C ടെമ്പറേച്ചർ. ആ -8°C ടെമ്പറേച്ചർ എവിടെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാച്ചുറേഷൻ കർവ് വരെയാണ് ടെമ്പറേച്ചർ ലൈൻസ് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സേ ഞാനിപ്പോൾ ഇവിടെ ഒരു -10°C ടെമ്പറേച്ചർ, ഇവിടെ 0°. സോ ഇതിനിടയിൽ ഈ ഒരു കണ്ടീഷനിലാണ് -8°C ടെമ്പറേച്ചർ ലൈൻ വരാനുള്ളത്. -8°C ടെമ്പറേച്ചർ ലൈൻ ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യാനുള്ളത്. സോ ഈ പോയിന്റ് കഴിഞ്ഞാൽ പിന്നീട്, അതായത് സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലൈൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് പിന്നീട് ഗ്രാജുവലി വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് മാറുന്നത്. സോ ഇവിടെ 0°യുടെയും 10°യുടെയും ലൈൻസ് അവൈലബിൾ ആണ്. ഈ രണ്ട് ലൈൻസിൻ്റെയും ഡീവിയേഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതായത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിന് ശേഷം ആ 10°യുടെ ലൈൻ ഈ പോകുന്ന ലൈനിലാണ് പോകുന്നത്. ഓക്കെ, സ്ലോപ്പ് ചെയ്ത് താഴോട്ട് വെർട്ടിക്കലായിട്ട് വരുന്നു. അതേപോലെ 0°യുടേതും ഇങ്ങനെയാണ് പോകുന്നത്. ഇത് രണ്ടിനും ഇടയിലായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള -8°C ലൈനും വരാനുള്ളത്. സോ ഈ രണ്ട് ലൈൻസിൻ്റെ ആ ഒരു ജോമെട്രി വെച്ച് ഞാൻ അതിന് പാരലായിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, ഇതാണ് -8°C ടെമ്പറേച്ചർ ലൈൻ ഔട്ട്സൈഡ് ദി സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് -25 മുതൽ -8 വരെ ആവാനുള്ള സൂപ്പർ ഹീറ്റാണ് ഇവാപ്പറേറ്ററിനകത്ത് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ -25 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ -8ൻ്റെ ടെമ്പറേച്ചർ ലൈൻ, നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനില്ലേ, ആ ലൈനിനെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആയിരിക്കും ആക്ച്വൽ കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ. സേ ഞാൻ 1' എന്ന് മാർക്ക് ചെയ്യുന്നു. ആക്ച്വൽ പോയിൻറ്റ് 1ഉം ഈ പോയിൻറ്റ് 1' എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ സ്കീം സാമ്പിൾ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. സംവെയർ ഹിയർ വി ഹാവ് ദി -8°C ടെമ്പറേച്ചർ ലൈൻ. അത് സാച്ചുറേഷൻ കർവിന് ശേഷം ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്താണ് താഴേക്ക് വരുന്നത്. സോ -25°C ടെമ്പറേച്ചർ ആൻഡ് 1.6 ബാർ. 1.6 ബാർ എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷർ അല്ലെങ്കിൽ ഇവോപ്പറേറ്ററിൻ്റെ എക്സിറ്റ് പ്രഷറിൻ്റെ ലൈൻ എക്സ്ട്രാപ്ലോയിറ്റ് ചെയ്ത് -8°C ടെമ്പറേച്ചർ ലൈനുമായിട്ട് മീറ്റ് ചെയ്ത ഈ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ
1 എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ, ഹിയർ വി ഹാവ് 1 ആൻഡ് ഹിയർ വി ഹാവ് 1 സോ ഇത്രയും പോർഷനിൽ അബ്സോർബ് ചെയ്ത ഹീറ്റാണ് സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് കംപ്രസറിലേക്കുള്ള കണ്ടീഷൻസ് ആണ്. സോ 1 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ശരിക്കും ഇവോപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് റെഫ്രിജറൻറ്റ് പോകുന്നത്. ഇവോപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് റെഫ്രിജറൻറ്റ് പോകുന്നത് 1.6 ബാർ എന്ന പ്രഷർ കണ്ടീഷനിൽ 1 എന്ന പോയിൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദെയർ ഈസ് എ പ്രഷർ ഡ്രോപ്പ് അറ്റ് കംപ്രസർ ഇൻലെറ്റ് വാല്യൂ 0.118 ബാറിൻ്റെ ഒരു പ്രഷർ ഡ്രോപ്പ് കംപ്രസറിൻ്റെ ഇൻലെറ്റ് വാല്യൂവിൽ നടക്കുന്നുണ്ട്. അതായത് 1.6 ബാറിൻ്റെ പ്രഷറിലാണ് ഇവോപ്പറേറ്ററിൽ നിന്ന് പുറത്ത് വരുന്നത് എങ്കിലും കംപ്രസറിൻ്റെ ഇൻലെറ്റ് വാൽവിന് അറൗണ്ടായിട്ട് ദെയർ ഈസ് എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 0.118 ബാർ. ഓക്കെ, സോ 1.6 ബാർ മൈനസ് 0.118 1.482 എന്ന് വരും. സോ 1.482 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ആക്ച്വലി നമ്മുടെ റെഫ്രിജറൻറ്റ് കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതായത് കംപ്രസറിൻ്റെ ആക്ച്വൽ നമ്മുടെ പിസ്റ്റണിൻ്റെ സിലിണ്ടറിന് ഇടയിൽ വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ ആക്ച്വൽ ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് 1.6 ബാർ മൈനസ് ഇവിടെ വന്ന പ്രഷർ ഡ്രോപ്പ് ഓഫ് 0.118 ബാർ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിമൈനിങ് 1.48 ബാറിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ 1 എന്ന് പറഞ്ഞ അതായത് കംപ്രസറിൻ്റെ ഇൻലെറ്റ് പോയിൻ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്ന 1 എന്നുള്ള പോയിൻ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരു 0.118 ബാർ ഡൗൺവേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ pH ചാർട്ട് എടുക്കുക. വൺ 1.6 നമ്മൾ ഇൻലെറ്റ് കണ്ടീഷൻ അസ്യൂം ചെയ്തിരുന്നത്. അവിടെ നിന്ന് 0.118 ബാർ ഡൗൺ വരുമ്പോഴത്തേക്കും വി ഹാഡ് ഗെറ്റ് 1.48 എന്നൊരു വാല്യൂ കിട്ടും. സോ സംവാട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് പോയിൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. സോ ആക്ച്വൽ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്താൽ ഇങ്ങനെ വരും. 1 എന്ന പോയിന്റിൽ നിന്നും ഷിഫ്റ്റിംഗ് 0.118 ബാർ ഡൗൺവേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണം. 1.48. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ ഇതായിരിക്കും കംപ്രസറിനകത്ത് കംപ്രസ് ആവുന്ന റെഫ്രിജറൻറ്റിൻ്റെ ആക്ച്വൽ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സേ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് കംപ്രഷൻ പ്രോസസ്സാണ്. നമുക്കറിയാം കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് 1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐസെൻട്രോപിക് ലൈൻ. ഓക്കെ, 1 എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐസെൻട്രോപിക് ലൈനിലായിരിക്കും കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷൻ വന്ന് മീറ്റ് ചെയ്യുന്നത്. നമുക്കതൊന്ന് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അവിടെ നിന്ന് പ്രഷർ ഡ്രോപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും പോയിൻ്റ് ഏതാണ്ട് ഈ ഒരു കണ്ടീഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഞാൻ 1 മുകളിലോട്ട് മാർക്ക് ചെയ്താൽ ഈ പോയിൻ്റ് 1 സോ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ 1 എന്ന് പറയുന്ന പോയിന്റ്. അവിടെ നിന്ന് പ്രഷർ ഡ്രോപ്പും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പോയിൻ്റാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐസെൻട്രോപിക് ലൈൻ, 2 ഐസെൻട്രോപിക് ലൈൻ നമുക്ക് അപ്പുറം ഇപ്പുറമായിട്ട് അവൈലബിൾ ഉണ്ട്. സോ അതിനിടയിൽ ഒരു ആവറേജ് വാല്യൂ ആയിട്ട് വേണം അടുത്ത ഐസെൻട്രോപിക് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. സോ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഐസെൻട്രോപിക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, ക്ലിയർ? സോ ഈ ഒരു ഐസെൻട്രോപിക് ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കണം നമ്മുടെ കംപ്രസർ കണ്ടീഷൻ ഒന്ന് മീറ്റ് ചെയ്യാനുള്ളത്. സോ ഒരു കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ മീറ്റ് ചെയ്യാനുള്ളത്. നമുക്കറിയാം കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടൻസർ പ്രഷറാണ് വാല്യൂ. കണ്ടൻസറിൻ്റെ പ്രഷർ വാല്യൂ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ 35 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്താൽ 13.5. ഓക്കെ, സോ ഇവിടെ നിന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് 13.5 മീറ്റ് ചെയ്ത് വരുന്ന പോയിൻ്റാണ് കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള അല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടൻസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് 13.5 ബാർ ആയിരുന്നു. 13.5 ബാറാണ് വരാനുള്ളത്. ഓക്കെ, 13.5 ബാർ. ദെൻ
1 ഡബിൾ ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐസെൻട്രോപ്പിക് ലൈൻ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 0.23 ബാർ അറ്റ് ദി കംപ്രസർ ഔട്ട്ലെറ്റ് വാൽവ്. ഓക്കെ, അതായത് ഈ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് വാൽവിൻ്റെ പോർഷനിലും ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്, ഹാവിങ് എ വാല്യൂ ഓഫ് 0.23 ബാർ. സോ ഇവിടെ 13.5 എന്നൊരു പ്രഷർ വാല്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പ്രഷർ, അതായത് ഇവിടെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് 13.5 പ്ലസ് 0.23 ആയിരിക്കണം അല്ലേ. 13.5 പ്ലസ് 0.23 എന്ന് പറയുന്ന സം ചെയ്ത് വരുന്ന പ്രഷർ വാല്യൂ ആയിരിക്കണം ശരിക്കും കംപ്രസറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ 0.23 ബാറിൻ്റെ പ്രഷർ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 13.5 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ കണ്ടൻസറിലോട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് രണ്ടാമത്തെ പ്രഷർ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാം. മീൻസ് 13.5 പ്ലസ് 0.23 ബാർ വിൽ ഗെറ്റ് 13.73. ഓക്കെ, സോ അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്കീമാറ്റിക്കലി മാർക്കിംഗ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത് 13.5 ബാറിൻ്റെ പ്രഷർ ലൈനാണ്. അവിടെ നിന്നും ഒരു 0.23 ബാറിൻ്റെ പ്രഷർ ഡ്രോപ്പും കൂടെ ഓവർകം ചെയ്യാനുള്ള പ്രഷർ ആയിരിക്കണം നമ്മുടെ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. ദാറ്റ് മീൻസ് 13.5 പ്ലസ് 0.23 ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ എത്രയായിരുന്നു? 13.73 ബാർ. ഈ ഒരു പോയിൻ്റ് വരെയാണ് നമ്മുടെ കംപ്രസർ ആ ഒരു റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഹിയർ ഞാൻ 1 ഡബിൾ ഡാഷ് എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിൻ്റ് 2 ഡബിൾ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഈ 2 ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് വരെ ഞാൻ പ്രഷറൈസ് ചെയ്തതിന് ശേഷമാണ് 0.23യുടെ പ്രഷർ ഡ്രോപ്പ് കാരണം പ്രോസസ്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കംപ്രഷൻ പ്രോസസ് നമ്മൾ മാർക്ക് ചെയ്യാം. 1 ഡാഷിൽ നിന്നും കംപ്രസറിൻ്റെ ഇൻലെറ്റിലുള്ള ഇൻലെറ്റ് വാൽവിൽ വരുന്ന പ്രഷർ ഡ്രോപ്പ് കാരണമുള്ള ഫൈനൽ റിസൾട്ടായ 1 ഡബിൾ ഡാഷിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ദെൻ 1 ഡബിൾ ഡാഷിൽ 1.48 തൊട്ട് എക്സിറ്റ് കണ്ടീഷനായ 13.72 വരെ ഐസെൻട്രോപ്പിക്കലി പ്രഷർ റൈസ് ചെയ്യുന്നു. അവിടെ നിന്ന് 13.73 കഴിഞ്ഞിട്ട് ഔട്ട്ലെറ്റ് വാൽവിലെ പ്രഷർ ഡ്രോപ്പ് കാരണം ഒരു 0.23 ഡൗൺവേർഡ് മൂവ് ചെയ്യും. ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഔട്ട്ലെറ്റ് പ്രഷറായിട്ടുള്ള 13.5 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡീവിയേഷൻസ് വന്നതിന് ശേഷമുള്ള ഈ ഒരു pH ചാർട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞ പ്രോസസ്സുകൾ 1 ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് മുതൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. 1.48 എന്ന പ്രഷർ ലൈൻ തൊട്ട് ഇവിടെ നിന്ന് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് 13.73 വരെ കംപ്രസ്ഡ് ആവും. ഒരു 0.23 പ്രഷർ ഡ്രോപ്പ് 13.5 വരും. അവിടെ നിന്ന് 3 വരെ കണ്ടൻസറിലെ ഹീറ്റ് ലോസ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ദർ ഇസ് എ 5 ഡിഗ്രി സബ് കൂളിംഗ്. സോ 3 നിന്ന് 3 ഡാഷിലോട്ട് ഡീവിയേറ്റ് ചെയ്യും. 3 ഡാഷിൽ നിന്ന് 4 ഡാഷിലോട്ട് ഐസെൻതാൽപിക് എക്സ്പാൻഷൻ. ദെൻ 4 ഡാഷ് ടു 1 വരെയാണ് ഐഡിയൽ ഇവാപ്പറേഷൻ പ്രോസസ്സ്. പക്ഷേ അതിനുശേഷം ഇവാപ്പറേറ്ററിനകത്ത് തന്നെ ഒരു സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. ആ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും 1 ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടും. ദെൻ 1 ഡാഷിൽ നിന്നും കംപ്രസറിൻ്റെ ഇൻലെറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എഗെയിൻ ദർ ഇസ് എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 0.118 ബാർ. സോ ആ പ്രഷർ ഡ്രോപ്പ് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പോയിൻറ്റ് 1 ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ആക്ച്വൽ സൈക്കിളിലെ പോയിൻറ്റ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. 1 ഡബിൾ ഡാഷ് ടു 2 ഡബിൾ ഡാഷ്. ദെൻ ഇവിടെ അടുത്തൊരു പോയിൻറ്റ് 2 ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. 2 ഡാഷ്. ഇത്രയും കംപ്രഷൻ പ്രോസസ്സ് തന്നെയാണ്. ക്ലിയർ? അത് കഴിഞ്ഞ് 2 ഡാഷ് മുതൽ 3 ഡാഷ് വരെ 2 ഡാഷ് മുതൽ 3 ഡാഷ് വരെ നമ്മുടെ കണ്ടൻസേഷൻ പ്രോസസ്സ്. ദെൻ 3 ഡാഷ് ടു 4 ഡാഷ് എക്സ്പാൻഷൻ പ്രോസസ്സ്. ദെൻ 4 ഡാഷ് ടു 1 ഡാഷ് ആയപ്പോഴത്തേക്കും സൂപ്പർ ഹീറ്റിംഗ് ആയി. അതിനുശേഷമുള്ള പ്രഷർ ഡ്രോപ്പും കൂടെ ചേർത്താണ് ഞാൻ ഇവാപ്പറേഷൻ പ്രോസസ്സായിട്ട് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഡാഷ് മുതൽ 1 ഡാഷ് വരെ ഇവാപ്പറേഷൻ പ്രോസസ്സും ദെൻ 1 ഡാഷ് ടു 1 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് കംപ്രസറിൻ്റെ ഇൻലെറ്റിലെ പ്രഷർ ഡ്രോപ്പും. ഇത്രയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ മോഡിഫിക്കേഷൻസിന് ശേഷമുള്ള ഈ ഒരു pH ഡയഗ്രം കിട്ടുന്നത്. ഇനി കുറച്ച് വാല്യൂസ്, അതായത് നമ്മുടെ യൂഷ്വലി കണ്ടുപിടിക്കാറുള്ള വാല്യൂസ് ആയ റെഫ്രിജറേഷൻ എഫക്റ്റ്, വർക്ക് ഡൺ, COP, ഇതിൻ്റെയൊക്കെ വാല്യൂസ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. റെഫ്രിജറേഷൻ എഫക്റ്റ് ഞാനിപ്പം വിത്തൗട്ട് സൂപ്പർ ഹീറ്റിംഗ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും വരേണ്ടത്? റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി സൂപ്പർ ഹീറ്റിംഗ് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ H1 മൈനസ് H4 ഡാഷ് എന്ന് വരും. വിത്തൗട്ട് സൂപ്പർ ഹീറ്റിംഗ് പക്ഷേ സബ് കൂളിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് വിൽ ബി H1
ഡാഷ് H1 മൈനസ് H4 ഡാഷ് എന്ന് വരും. റെഫ്രിജറേഷൻ എഫക്റ്റ് വിത്ത് സൂപ്പർ ഹീറ്റിംഗ് ആണെങ്കിൽ എന്ത് വരും? സൂപ്പർ ഹീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കുള്ള നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 1 ഡാഷ് ആണ്. 1 ഡാഷ് ആൻഡ് 1 ഡബിൾ ഡാഷ് സെയിം എൻതാൽപ്പി വാല്യൂ തന്നെയാണ് വരുന്നത്. പ്രഷറിൽ മാത്രമേ ഡീവിയേഷൻ വന്നിട്ടുള്ളൂ. സോ H1 ഡാഷ് മൈനസ് H4 ഡാഷ് എന്ന് വരും വിത്ത് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് സബ് കൂളിംഗ് രണ്ടും കൂടി ചേർത്ത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി അതേപോലെ വർക്ക് ഡണ്ടെ വാല്യൂ വിത്തൗട്ട് പ്രഷർ ഡ്രോപ്പ് ആയിരുന്നെങ്കിൽ, പ്രഷർ ഡ്രോപ്പും സൂപ്പർ ഹീറ്റിംഗും രണ്ടും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, വർക്ക് ഡൺ വിത്തൗട്ട് പ്രഷർ ഡ്രോപ്പ് ആൻഡ് സൂപ്പർ ഹീറ്റിംഗ് ആയിരുന്നുവെങ്കിൽ H2 മൈനസ് H1 ഒന്നേനെ. ഈ പറഞ്ഞ രണ്ട് പോയിൻറ്റ്സ് മാത്രമായിരുന്നേനെ നമ്മുടെ എൻതാൽപ്പി വാല്യൂ. H2 മൈനസ് H1 മാത്രമായിരുന്നേനെ. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്തായി വാല്യൂ? H1 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു H1 ഡബിൾ ഡാഷ് ആൻഡ് ഇവിടെ ഉള്ള എൻതാൽപ്പി വാല്യൂ H2 ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു H2 ഡബിൾ ഡാഷ്. 2 ഡാഷ് ആൻഡ് 2 ഡബിൾ ഡാഷ് രണ്ടും ഒരേ എൻതാൽപ്പി വാല്യൂ ആണ് വരുന്നത്. സോ ഇതിനിടയിലുള്ള ഡിഫറൻസ് വർക്ക് ഡൺ ഇൻ വിത്ത് പ്രഷർ ഡ്രോപ്സ്, വിത്ത് പ്രഷർ ഡ്രോപ്പ് ആൻഡ് സൂപ്പർ ഹീറ്റിങ്ങിന് ശേഷമുള്ള പ്രഷർ ഡ്രോപ്പ് റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് H2 ഡാഷ് മൈനസ് H1 ഡാഷ് എന്ന് വന്നു. ഓക്കെ, പവർ ഡ്രോപ്പ് സൂപ്പർ ഹീറ്റിംഗ് കണ്ടീഷന് ശേഷമുള്ള വർക്ക് ഡണ്ടെ വാല്യൂ. സോ റെഫ്രിജറേഷൻ എഫക്റ്റ് എങ്ങനെ മാറും? റെഫ്രിജറേഷൻ എഫക്റ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈ ആക്ച്വൽ പ്രോബ്ലത്തിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹിയർ ഇത്രയും സെക്ഷനിലാണ് നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് H1 ഡാഷ് മുതൽ H4 ഡാഷ് വരെ, H1 ഡാഷ് മൈനസ് H4 ഡാഷ് ആൻഡ് കറസ്പോണ്ടിങ് വർക്ക് ഡണ്ടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും സെക്ഷനുണ്ട്. H2 ഡാഷ് മുതൽ H1 ഡാഷ് വരെ, H2 ഡാഷ് മൈനസ് H1 ഡാഷ് ആൻഡ് the COP will be refrigeration effect divided by work done, H1 dash minus H4 dash divided by H2 dash minus H1 dash. ഓക്കെ, വാല്യൂസ് ഈ പറഞ്ഞ ഓരോ എൻതാൽപ്പി വാല്യൂസ് എത്രയാണെന്നുള്ളത് നമുക്ക് സൈക്കോമെട്രിക് pH ചാർട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതായിരുന്നു 1 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. സോ അവിടെ നിന്ന് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് എടുത്താൽ വി ഹാവ് വാല്യൂ ലൈക്ക് 1400ക്കും 1500ക്കും ഏകദേശം മിഡിലായിട്ട് വരും. 1450 എന്ന് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ 2 എന്ന് പറഞ്ഞ പോയിന്റ് 1 ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഐസെൻട്രോപ്പിക് ലൈൻ നമ്മുടെ 13.73 എന്ന് പറയുന്ന പ്രഷർ ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. 1 ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഐസെൻട്രോപ്പിക് ലൈൻ 13.73 മാർക്ക് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ വരും. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂ 1800ക്ക് കുറച്ച് മുമ്പ് 1790 എന്ന് അസ്യൂം ചെയ്യാം. സോ വർക്ക് ഡണ്ടെ വാല്യൂ കിട്ടി 1790 മൈനസ് 1450. അത്രയും എൻതാൽപ്പി ആയിരിക്കും വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതെല്ലാം പെർ കിലോഗ്രാം ഉള്ള വാല്യൂസ് ആണ്, കാരണം മാസ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, സോ pH ചാർട്ട് യൂസ് ചെയ്ത് മോഡിഫിക്കേഷൻ തരുന്ന പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വാല്യൂസ് എന്താണെന്നുള്ളത് ലാസ്റ്റ് കൊടുത്തത്.